നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യൂറോ കപ്പിൽ ഇംഗ്ലണ്ടും ഡെൻമാർക്കും സമനിലയിൽ പിരിഞ്ഞു. ഇരു ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടിയ മത്സരത്തിൽ ഇംഗ്ലണ്ടിന്റെ ഗോൾ സൂപ്പർ താരം ഹാരി കെയ്നാണ് നേടിയത്. മറുഭാഗത്ത് മോർട്ടൻ ഹ്യൂൽമൻഡാണ് ഡെൻമാർക്കിന്റെ ഗോൾ കണ്ടെത്തിയത്. മത്സരത്തിൽ ഇംഗ്ലണ്ടിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ ഹാരി കെയ്ൻ, സാക്ക, ഫിൽ ഫോഡൻ, ജൂഡ് ബെല്ലിംഗാം അങ്ങനെ സൂപ്പർ താരനിര തന്നെ കളിക്കളത്തിലേക്ക് ഇറങ്ങി. മറുഭാഗത്ത് എറിക്സനും ഹോയ്ലൻഡും വീണ്ടും ചേർന്നുകൊണ്ടാണ് ഡെൻമാർക്കിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചിരുന്നത്. കളിയുടെ 18-ാമത്തെ മിനിറ്റിൽ തന്നെ ഇംഗ്ലണ്ട് ലീഡ് എടുത്തു. ക്ലോസ് റേഞ്ചിൽ നിന്നുള്ളൊരു ഷോട്ട് വലയിലേക്ക് എത്തിച്ചുകൊണ്ട് ഹാരി കെയ്ൻ ഇംഗ്ലണ്ടിനെ മുന്നോട്ട് കൊണ്ടുപോയി എന്ന് തോന്നിയതാണ്. പക്ഷേ ഗോൾ വഴങ്ങിയ ശേഷം ഡെൻമാർക്ക് കൂടുതൽ മികച്ച രൂപത്തിലേക്ക് കളി മാറ്റുന്നതാണ് നമ്മൾ കണ്ടത്. 34-ാമത്തെ മിനിറ്റിലാണ് ഹ്യൂൽമൻഡിന്റെ ഗോൾ പിറക്കുന്നത്. കിടിലൻ ഒരു ഗോളായിരുന്നു അത്. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ സ്കോർ ലൈൻ 1-1. രണ്ടാം പകുതി ഒരു ഭാഗത്തേക്കും നീക്കങ്ങൾ നടന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പന്ത് വലയിലേക്ക് കയറ്റുന്നതിൽ രണ്ട് ടീമും പരാജയപ്പെട്ടു. ഒടുവിൽ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം വിജയം ആരാധകർ ആഗ്രഹിച്ചിരുന്നു. മത്സരം വിജയിക്കാൻ കഴിഞ്ഞു. നോക്കുക, കോൾ പാൽമറയൊക്കെ അൺയൂസ്ഡ് സബ്ബാക്കിയിട്ട് പുറത്തിരുത്തുന്ന ഗാരത്ത് സൗത്ത്ഗേറ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് സ്വാഭാവികമായിട്ടും ആരാധകരെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. മത്സരം വിജയിക്കാൻ കഴിയാതെ പോയതോടുകൂടി രണ്ട് കളികളിൽ നിന്ന് ഇംഗ്ലണ്ടിന് ഇപ്പോൾ 4 പോയിന്റാണുള്ളത്. ഇപ്പോഴും ഗ്രൂപ്പ് സിയിൽ അവർ ഒന്നാമതാണ്. 2 കളിയിൽ നിന്ന് 2 പോയിന്റോടെ ഡെൻമാർക്ക് രണ്ടാമത്. ഒപ്പം തന്നെയുണ്ട് സ്ലോവേനിയയും. അവർക്കും 2 കളിയിൽ നിന്ന് 2 പോയിന്റാണുള്ളത്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ്.